DMKയുമായി സഖ്യം ചേരാനുള്ള PV അൻവറിന്റെ നീക്കത്തിന് തിരിച്ചടി. PV അൻവറിനോട് തമിഴ്നാട്ടിലെ DMKയ്ക്ക് താൽപര്യമില്ലെന്ന സൂചന. അൻവറിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകാതെ MK സ്റ്റാലിൻ. DMKയുമായുള്ള സഖ്യനീക്കത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ച അൻവർ നേരത്തെ സ്റ്റാലിന് കത്തയച്ചിരുന്നു. സിബി ജോസഫ് ചേരുകയാണ്. സിബി, DMKയുമായി കൈകോർക്കാം. ആ നിലയിൽ ദേശീയ തലത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് PV അൻവർ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ പക്ഷേ അത് പാടെ തള്ളുകയാണ് DMKയും MK സ്റ്റാലിനും. കൂടിക്കാഴ്ചയ്ക്ക് പോലും അനുമതി നൽകുന്നില്ല. എങ്ങനെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? അസിത, തീർച്ചയായും CPIഎമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും എല്ലാത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇടതുപക്ഷത്തു നിന്നും പുറത്തേക്ക് പോയ PV അൻവർ പിന്നീട് ഇത്തരത്തിൽ ഈ DMKയുമായുള്ള സഖ്യത്തിന് സഖ്യത്തിന് നീക്കം നടത്തി. ഇതിന് വലിയ തിരിച്ചടിയാണ് PV അൻവറിന് ലഭിച്ചതെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ DMKയുടെ അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ചയ്ക്ക് PV അൻവർ ശ്രമം നടത്തി. നേരത്തെ തന്നെ ഈ DMKയുടെ ഭാഗമാകാൻ DMKയുടെ സഖ്യ കക്ഷിയാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് PV അൻവർ കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ചെന്നൈയിലെത്തി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തിയത്. പക്ഷേ PV അൻവറിനെ കൂടിക്കാഴ്ചകളുടെ അനുമതി നിഷേധിക്കുകയാണ് MK സ്റ്റാലിൻ ചെയ്തത്. മാത്രമല്ല ഇത്തരത്തിൽ ഈ ഒരു കത്തയച്ചെങ്കിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതി നിഷേധിക്കുകയും ചെയ്തു. എന്നാലും ഇതിന് പിന്നാലെയാണ് ഈ DMKയുടെ വക്താവും അതോടൊപ്പം തന്നെ മുൻ രാജ്യസഭാംഗവുമായ ഇളങ്കോവൻ ഈ സഖ്യകക്ഷികളുടെ വിമതരുമായി ഇത്തരത്തിൽ ഒരു സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് DMKയുടെ നിലപാട് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ ഇളങ്കോവൻ ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് CPIഎമ്മും കേരളത്തിലെ CPIഎമ്മും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് തമിഴ്നാട്ടിലെ CPIയുമായിട്ടെല്ലാതിൻ്റെയും വളരെ ബന്ധമുള്ള പാർട്ടിയാണ് DMK. സ്വാഭാവികമായും ആ സഖ്യകക്ഷിയുടെ വിമതന്മാരുമായി ഇത്തരത്തിൽ ഒരു സഖ്യമാകാനുള്ള താല്പര്യമില്ല എന്ന് ഇന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നമുക്കറിയാം കേരളത്തിലെ CPIഎമ്മും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടല്ല തന്നെയും വളരെ അടുപ്പമുള്ള ഒരു നേതാവാണ് MK സ്റ്റാലിൻ. മാത്രമല്ല ഫാസിസ്റ്റുകൾക്കും BJPക്കുമെതിരായ ഒരു പോരാട്ടത്തിൽ സൗത്ത് ഇന്ത്യയിലെ മികച്ച രണ്ട് നേതാക്കൾ കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് PV അൻവറിൻ്റെ ഈ ഒരു രാഷ്ട്രീയ നീക്കം കൃത്യമായി DMKയും അതോടൊപ്പം തന്നെ MK സ്റ്റാലിനെ എതിർക്കുകയും അതിൽ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും PV അൻവറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. DMK എന്ന ഒരേ ഒരു പാർട്ടിയുടെ പേര് സ്വീകരിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ DMKയുമായിട്ട് കൂട്ടുകൂടാനുള്ള ഒരു ശ്രമമാണ് PV അൻവർ നടത്തിയത്. അതുപോലെ തന്നെ ഇതോടുകൂടി തന്നെ ദേശീയ പാർട്ടി അല്ലെങ്കിൽ ദേശീയ തലത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടാൻ കഴിയുമോ എന്നൊരു ശ്രദ്ധ കൂടി അത്തരത്തിലുള്ളൊരു തീരുമാനം കൂടി PV അൻവർ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെയും വളരെ വലിയ തിരിച്ചടിയാണ് PV അൻവറിന് ലഭിച്ചിരിക്കുന്നത്. അസിത, ശരി. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. അൻവറുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയില്ല MK സ്റ്റാലിൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.